പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. കേരളത്തിലും ഭീകരാക്രമണമുണ്ടായതിൻ്റെ ആഘാതത്തോടെയാണ് പൊളിമിക്സ് ആരംഭിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട വില്ലേജ് ഓഫീസിലാണ് ആക്രമണമുണ്ടായത്. ഇത് ഒരു ഭീകര പ്രവർത്തനത്തിന്റെ ലക്ഷണങ്ങളാണ് കാണുന്നത്. എന്തായാലും പോലീസ് ഇവിടെ സ്ഥലത്തുണ്ട്. അവർ അന്വേഷണത്തിന് കാര്യങ്ങൾ നേതൃത്വം കൊടുക്കുന്നു, കേസെടുക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിൽക്കുന്നു. ഈ പ്രദേശം എന്ന് പറയുന്നത് തമിഴ്നാടുമായി വളരെ അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ്. വെള്ളറട വില്ലേജ് പാറശാല മണ്ഡലത്തിലാണ്. പാറശാലയിലെ MLA AT ജോർജാണ്. അദ്ദേഹം തന്നെയാണ് അവിടുത്തെ UDF സ്ഥാനാർത്ഥിയും. അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത് ഇതൊരു ഭീകരാക്രമണമാണ് എന്ന കാര്യം. അത്രമാത്രമേ ഇപ്പോൾ പറയാനാകൂ. ബാക്കി അന്വേഷണം കഴിഞ്ഞിട്ട് പറയാം. ഇത് പാറശാല മണ്ഡലത്തിലായതുകൊണ്ടാണ് ഈ സംഭവത്തിന് പിന്നിൽ ഇത്ര നേരം നീണ്ടുനിന്ന ദുരൂഹതയുണ്ടായത്. തൊട്ടടുത്ത നെയ്യാറ്റിൻകര മണ്ഡലത്തിലായിരുന്നെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായേനെ. അവിടെ ഇങ്ങനെ ഭീകരാക്രമണങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാവുന്നതാണ്. അക്കാര്യം വിശദീകരിക്കാൻ CPIMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ പൊളിമിക്സിൽ ഹാജരുണ്ട്. ആരാണ് ഈ ഭീകരാക്രമണങ്ങൾക്ക് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു തരും. ഒരുപാട് ജാടത്തരങ്ങൾ കാണിക്കാൻ അറിയാവുന്ന ആളാണ്. ഒരിക്കലും ഒരു കേസ് കൊടുത്തു നെയ്യാറ്റിൻകര കോടതി, നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ. അദ്ദേഹത്തിന്റെ വീട് തീവച്ചിരിക്കുന്നു. തീവച്ചത് മാർക്സിസ്റ്റുകാരാണ്. അടിയന്തരമായി മാർക്സിസ്റ്റുകാരെ അറസ്റ്റ് ചെയ്യണം. കേസ് പോലീസ് അന്വേഷിച്ചു പോയപ്പോ അദ്ദേഹത്തിന്റെ ഗവൺമെന്റാണ് തീവച്ചത്. ഗവൺമെന്റിനെ അറസ്റ്റ് ചെയ്യാൻ പോയപ്പോ ഉമ്മൻചാണ്ടിയെ കണ്ട് ഇദ്ദേഹം തന്നെ ശുപാർശ ചെയ്ത് കേസ് മരവിപ്പിച്ചു. 381/13 നമ്പർ കേസ് നെയ്യാറ്റിൻകര കോടതിയിലുണ്ട്. ആ കോടതിയിൽ പോയാൽ നിങ്ങൾക്കറിയാം, ആ കോടതിയിൽ അത്തരം ഒരു കേസ് കിടപ്പുണ്ട്. ഇപ്പൊ കേസിലെന്താ മരയിപ്പിച്ചു നിർത്തിയിരിക്കുന്നത്? അന്വേഷണം നടക്കുന്നില്ല. ഒരു MLAയുടെ വീട് തീയിട്ടിട്ട് നെയ്യാറ്റിൻകര പോലീസിന് 3 കൊല്ലമായി ആളെ കണ്ടെത്താൻ കഴിയുന്നില്ല. എന്റെ പ്രസംഗങ്ങളുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് മഹാനാണക്കാരുടെ MLAയുടെ വീട് തീ വെച്ചിട്ട് 3 കൊല്ലക്കാലത്ത് ആള് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ ഗതി എന്താവും? എല്ലാം മരയിപ്പിച്ചു വെച്ചിരിക്കുക. കാര്യം എന്താ? സ്വന്തമായി തീ വെച്ച് പാർട്ടിക്കാരെ പ്രതിയാക്കാൻ പോയ കക്ഷൻ സന്നദ്ധാനം തീ വെപ്പിച്ചു. വോയിസ് റെക്കോർഡ് വെച്ചിട്ടുണ്ട്. തീവെക്കാൻ നിർദ്ദേശം കൊടുത്തവനടക്കം. അത് കണ്ടുപിടിച്ച പ്രശ്നം ഡിവൈഎസ്പി രാജ്യരാമ ഇവിടുന്ന് പാക്ക് ചെയ്ത് പറഞ്ഞു വെച്ചു. ഡിവൈഎസ്പി പ്രശ്നത്തിന് സ്വന്തം വീട്ടിൽ മാത്രമല്ല, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതിലും വലിയ ഭീകരാക്രമണം നടത്തി. രണ്ടാമത് കേസിൽ കയറി. ഒരു ദിവസം രാവിലെ വാർത്ത, ഒരു സ്ത്രീയുടെ മുടി മുറിച്ചു കളഞ്ഞു. കോൺഗ്രസുകാരിയായ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഇവിടെ എല്ലാം തോറ്റു. ഇടതുജനാധിപത്യ മുന്നണി വിജയിച്ചു. ഒരു വാർത്ത, മുടി മുറിച്ചു. ഞാൻ ഓടിപ്പോയ ആശുപത്രിയിൽ പോയി. കാരണം മുറിച്ചത് കോൺഗ്രസുകാരിയാണെങ്കിലും ഒരു സ്ത്രീയാണ്. അവരുടെ മുടി നമ്മളെ സഹാക്കളാരെങ്കിലും മുറിച്ച് അങ്ങനെ ഒരു അപകടം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ലല്ലോ. ഞാൻ നേരിട്ട് പോയി അവർ ആശുപത്രിയിൽ പോയി അവരെല്ലാം കണ്ടു. VM സുധീരൻ പിറ്റേ ദിവസം രാവിലെത്തി. നിങ്ങൾ കണ്ടു അത് വാർത്ത? VM സുധീരൻ വ്യാപകമായി പ്രതിഷേധങ്ങളും സംവിധാനങ്ങളുമായി മുമ്പോട്ട് പോയി. പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നെ മണിപ്പൂരിത്തവരെ അറസ്റ്റ് ചെയ്തില്ല പോലീസ്. എന്താണ് നെയ്യാറ്റിൻകര പോലീസ് എത്ര വായിക്കൊള്ളാത്തവന്മാരാണോ? എന്താ പിടിക്കാതെ? നിങ്ങൾ ആലോചിച്ചത്? ആ ആളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്താ കാര്യം? സംഭവം ഈ സെൻവരാജ് ഉണ്ടാക്കിയ പദ്ധതിയാണ്. അതുകൊണ്ട് ആ പദ്ധതിയിൽപ്പെട്ട ആളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കേസ് ഇപ്പോഴും മരവിച്ചെടുത്തിരിക്കുക. തീർന്നില്ല. നെയ്യാറ്റിൻകരയിലെ കുട്ടിച്ചാത്തന്റെ ഭീകരാക്രമണങ്ങൾ തീർന്നില്ല. ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഇപ്പോ
ആ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനായ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദയകുളങ്ങരയിലെത്തി UDF-ന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യാൻ. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് വന്നിറങ്ങിയ കാറ് ആരോ എറിഞ്ഞു. ഉടനെ പ്രഖ്യാപിച്ചു എറിഞ്ഞത് മാർക്സിസ്റ്റുകാരാണ്. കോൺഗ്രസുകാരുടെ നേതൃത്വത്തിൽ റോഡ് ബ്ലോക്ക് ചെയ്തു. അപ്പം തന്നെ പ്രക്ഷോഭമായി. അവസാനം പോലീസിനോട് എന്ന് പറഞ്ഞു, ആരെയാണ് അറസ്റ്റ് ചെയ്യുക? മാർക്സിസ്റ്റുകാർ ചെയ്തിട്ടുണ്ടോ? അറസ്റ്റ് ചെയ്തോളുക. കാരണം KPCC പ്രസിഡന്റിന്റെ കാറിന് കല്ലെറിയുന്ന കാലത്വത്തിലൊന്നും കമ്മ്യൂണിസ്റ്റുകാർ കൂട്ടുനിൽക്കില്ല. നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം. മാത്രമല്ല, കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ അദ്ദേഹത്തിന്റെ കാറ് തകർത്തയാളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ പൊതുയോഗം വെച്ചു. CPM-ന്റെ നേതൃത്വത്തിൽ പൊതുയോഗം. കോൺഗ്രസുകാർ അന്തം വിട്ടുപോയി. അവസാനം അന്വേഷിച്ചു പോയപ്പോ കണ്ടുപിടിച്ചാരാ? ബഹുമാനപ്പെട്ട സെൽവരാജിന്റെ സുഹൃത്തായ കോൺഗ്രസുകാരന്റെ മകൻ ഇല്ല എന്ന് പോലീസിന് പറയാമോ? പൊഴിയൂരും ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ല. പറയേണ്ടി വന്നാൽ അപ്പൊ പറയാ. നിങ്ങൾ എന്താ വിളിക്കാത്തത്? KPCC പ്രസിഡന്റിന്റെ കാറ് കല്ലെറിഞ്ഞവരെ എന്തേ പിടിക്കാത്ത തയ്യാറികളെ പോലീസ്? ഇത്ര വായിക്കൊള്ളാത്തവന്മാരാണല്ലോ ഈ പോലീസ്. എന്താ പിടിക്കാത്തത്? ഈ അത്ഭുതമെല്ലാം സൃഷ്ടിച്ച ആളാണ്. അറിയില്ലേ? ഇങ്ങനെയാണെങ്കിൽ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് അങ്ങ് കഴിഞ്ഞാൽ നെയ്യാറ്റിൻകരയിൽ എന്തരാണോ നടത്താൻ പോകുന്നത്? ഇതൊക്കെ പള്ളിയില്ല. അതിപ്പോൾ നിങ്ങളുടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ എന്തെല്ലാം നീക്കുപോക്ക് നടത്തുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ധാരണ നിങ്ങൾക്ക് മുൻകൂട്ടി തന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ നീക്കുപോക്കുകളെല്ലാം തകരാറിലാവില്ലേ? അല്ലെങ്കിലും ഈ കേരളത്തിലെ ഭീകരന്മാർ ഇങ്ങനെയാണ്. ഒരു നീക്കത്തെക്കുറിച്ചും മുൻകൂർ ഒരു വിവരം തരില്ല. സുതാര്യതയില്ലാത്ത ഭീകരപ്രവർത്തനം നേരിടാൻ കെൽപ്പില്ലാത്തത് കൊണ്ട് പൊളിമിക്സ് മുങ്ങുകയാണ്. ഇടവേള കഴിഞ്ഞാൽ നെടുമങ്ങാട്ട് കാണാം. നെടുമങ്ങാട്ടെ എതിർപ്പങ്ങൾ അതിലും വലുതാണ്. ഒരു പതിറ്റാണ്ടായി UDF കൈവശം വെച്ചു പോരുന്ന മണ്ഡലം പിടിക്കാൻ CPI അവരുടെ പാർലമെന്ററി ഭീകരനെ അങ്ങോട്ട് അയച്ചിരിക്കുകയാണ്. കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ അതിനു മുമ്പും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന നേതാക്കൾ മത്സരിച്ച് ജയിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്നും കരുനാഗപ്പള്ളിയിൽ എത്താത്ത കൊല്ലം ജില്ലയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ആ കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ എത്താത്ത ഒരു ദിവസം പോലും ഈ ജനപ്രതിനിധിയുടെ ജീവിതത്തിലുണ്ടായിട്ടില്ല. 10 വർഷവും മന്ത്രിയായിരുന്ന സമയത്തും MLA ആയിരുന്ന സമയത്തും എങ്ങനെയായാലും ശരി ദിവസം ഒരു തവണ ഏത് രാത്രിയിലായാലും കരുനാഗപ്പള്ളിയിൽ പോയിട്ടേ തിരിച്ചു വരത്തുള്ളായിരുന്നു. അവിടെ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇനി ചെയ്തു തീർക്കാനൊന്നുമില്ലാത്ത നിലയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ആ മണ്ഡലത്തിൽ ചെയ്തു വെക്കുകയും ചെയ്തു. അങ്ങനെ ഒരാളെ അതേ മണ്ഡലത്തിൽ വീണ്ടും നിർത്താതെ പുതിയൊരു മണ്ഡലത്തിലേക്ക് അയച്ചത് എന്തിനാണ് എന്ന് പുറത്തുനിന്ന് നോക്കുന്ന നമുക്കൊക്കെ സംശയം തോന്നാം. എന്നാൽ CPI-ക്കാരെ അറിയുന്നവർക്ക് അതിൻ്റെ കാരണവും അറിയാം. എന്തായാലും പുതിയൊരു ഇടം വെട്ടിപ്പിടിക്കാൻ വേണ്ടിയാണ് ശ്രീ സീതാവാകരനെ CPI നിയോഗിച്ചിരിക്കുന്നത്. നെടുമങ്ങാടിന് ഒരു ഇടതുപക്ഷ പശ്ചാത്തലവും പാരമ്പര്യമുള്ള ഒരു ഭൂമികയാണ്. അതിൻ്റെ മുൻ MLA തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. എനിക്കൊരൊറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ, അദ്ദേഹം ഇത് വെട്ടിപ്പിടിച്ചു കഴിഞ്ഞ് ഇനി മലപ്പുറത്തേക്കൊന്നും വിട്ടേക്കരുത്. ഇവിടെ കൊണ്ട് CPI നിർത്തിയേക്കണം. മലപ്പുറം ജില്ലയിലെ മണ്ഡലങ്ങൾ വെട്ടിപ്പിടിക്കാനുള്ള CPI-ക്കാരുടെ പൂതി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തീർന്നതാണല്ലോ. അന്ന് ഏറനാട് മണ്ഡലം പിടിക്കാനായി മുന്നണിക്ക് വേണ്ടി CPI ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി. അന്ന് അവിടെ സർവതന്ത്ര സ്വതന്ത്രനായി മത്സരിച്ച ഒരാളെയാണ് CPM-കാർ പിന്തുണച്ചത്. ആ സ്വതന്ത്രനാണ് ഇപ്പോൾ നിലമ്പൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി. മലപ്പുറത്തൊക്കെ മണ്ഡലം വെട്ടിപ്പിടിക്കാൻ വന്നാൽ നല്ലവണ്ണം സൂക്ഷിക്കണം. മുസ്ലിം ലീഗുകാർ നേർക്ക് നേർ നിന്നേ വെട്ടുകയുള്ളൂ. CPM സഖാക്കൾ പിന്നിൽ നിന്ന് വെട്ടിക്കളയും. പണ്ടു കഴിഞ്ഞതും പടയിൽ ചത്തതും വിളമ്പാനല്ല ബ്രിട്ടാസിനെ CPI-ക്കാർ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നത്, ഒരു ഉദ്ഘാടനത്തിനാണ്. ഒരുപാട് സൈറ്റുകളിൽ കിട്ടുന്ന ആളാണ് സഹസി ദിവാകരൻ. പ്രത്യേകിച്ചൊരു സൈറ്റ് ഇല്ലെങ്കിൽ തന്നെയും കേരളവുമായി ബന്ധപ്പെട്ട നിരവധി ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടതും പാർട്ടിയുമായി ബന്ധപ്പെട്ടതുമായ നിരവധി സൈറ്റുകളിൽ കിട്ടുന്ന പേരാണ്
സി ദിവാകരൻ. എങ്കിലും ഈ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ സോഷ്യൽ മീഡിയ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു പ്രചരണത്തിൻ്റെ മാർഗം കൂടി ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടി പ്രിയപ്പെട്ട സുഹൃത്ത് കൈരളിയുടെ MD ശ്രീ ജോൺ ബ്രിട്ടാസിനെ ഞാൻ ക്ഷണിക്കുന്നു. ഈ വെബ്സൈറ്റിൻ്റെ പ്രവർത്തനം MLA ആയി കഴിഞ്ഞാലും നിലനിർത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സ്വാഭാവികമാണ്. ഞാൻ ആഗ്രഹിച്ച രീതിയിൽ തന്നെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നു. അതിൽ ജനങ്ങളുമായിട്ട് സംവദിക്കാൻ വേണ്ടിയുള്ള ഒരു വിൻഡോയുണ്ട്, ഒരു കോളമുണ്ട്. അതിനെ സാധാരണഗതിയിൽ പരിഷ്കൃത രാജ്യങ്ങളിൽ ഒരു ഗ്രീവൻസ് കോർണർ എന്നാണ് വിളിക്കാറുള്ളത്. ജനങ്ങൾക്ക് തങ്ങളുടെ ഗ്രീവൻസുകൾ അങ്ങോട്ട് എഴുതി അറിയിക്കാൻ കഴിയും. അങ്ങനെ എഴുതി അറിയിക്കുന്ന ഗ്രീവൻസുകൾ പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് അംഗങ്ങൾ ശ്രമിക്കുകയും പരിഹരിച്ച ഗ്രീവൻസിനെ കുറിച്ച് അതിൻ്റെ പട്ടിക, അതിൻ്റെ റിമാർക്സ് അവിടെ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു സെക്രട്ടേറിയറ്റിൻ്റെ ആവശ്യം പോലും ഇല്ലാതെ വളരെ സുതാര്യമായിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധിയും പരിഹരിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ആ വെബ്സൈറ്റിൽ ഒരുക്കിയിരിക്കുന്നത്. തോറ്റാൽ സി ദിവാകരന് പാർട്ടി സെക്രട്ടേറിയറ്റിൻ്റെ ആവശ്യം പോലും ഉണ്ടാവില്ല. എനിക്കൊന്ന് കൂട്ടിച്ചേർക്കാനേ ഉള്ളൂ. അദ്ദേഹം MLA ആയിട്ട് മാത്രമല്ല, അദ്ദേഹം മന്ത്രിയായി കഴിഞ്ഞും അത് നിലനിർത്തണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് വെക്കാനുള്ളത്. അത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം കൊണ്ടായിരിക്കും അദ്ദേഹത്തിന് അത് പറയാൻ കഴിയാതിരുന്നത് ശ്രീ പ്രകാശ് ബാബുവിന്. പക്ഷെ അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് സംഘടനാ രീതി അനുസരിച്ച് അദ്ദേഹം അക്കാര്യങ്ങളിലൊക്കെ ഒരു ചിട്ട അനുവർത്തിക്കേണ്ട ആളായതുകൊണ്ട് അത് പറഞ്ഞില്ലെങ്കിലും എനിക്ക് പറയാൻ പ്രത്യേകിച്ച് തടസ്സമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് കൃത്യമായിട്ട് പറയാണ്. ആടിനെ അറക്കും മുമ്പ് കരൾ കൈക്കലാക്കാൻ ഉപദേശിക്കരുത് ബ്രിട്ടാസെ. രാഷ്ട്രീയം ഉപദേശിക്കാൻ ബ്രിട്ടാസ് ഒരു വിദഗ്ധനല്ലെങ്കിലും IT-യിൽ അദ്ദേഹം ഒരു വിദഗ്ധനാണ്. അതിനുപദേശിക്കാൻ പറ്റും. ഇവിടെ ഡെപ്യൂട്ടി മേയർ ഉണ്ട്, വെബ്സൈറ്റ് ഉണ്ടോ? വളരെ മോശപ്പെട്ട കാര്യമാണത്. അതെ, എന്തായാലും അടുത്ത കോർപ്പറേഷൻ ഉണ്ടായിട്ട് കാര്യമില്ല, വ്യക്തിഗതമായിട്ടുള്ള. അതുകൊണ്ട് CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ഒരു സർക്കുലർ ഇറക്കുകയും തങ്ങളുടെ പാർട്ടിയുടെ ജനപ്രതിനിധികൾ ഇതുപോലുള്ള വെബ്സൈറ്റുകളും ഓൺലൈനുകളും ആരംഭിക്കണമെന്ന് നിഷ്കർഷിക്കുകയും ചെയ്യണം. പ്രത്യേകിച്ച് തിരുവനന്തപുരം സിറ്റിയിലുള്ള ഡെപ്യൂട്ടി മേയർക്ക് സ്വന്തം പേരിൽ വെബ്സൈറ്റ് ഇല്ല എന്ന് പറയുന്നത് മോശമാണ്. അത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നാണ്, തലസ്ഥാന നഗരമാണ്. അപ്പോൾ തലസ്ഥാനത്തെ ഡെപ്യൂട്ടി മേയർ എത്ര ദിവസം കൊണ്ട് മാതൃക കാട്ടാൻ പോവാണ്? ഇനി ഒരാഴ്ച കൊണ്ട് അവർ സ്വന്തം പേരിൽ വെബ്സൈറ്റ് തുടങ്ങാൻ പോവുകയാണ്. എന്നെ കൊണ്ട് അതൊക്കെ കഴിയുള്ളൂ കേട്ടോ. അതു ശരി. CPM നേതാക്കൾ വെബ്സൈറ്റും കഴിഞ്ഞ് മൊബൈൽ ആപ്പിലേക്ക് കടന്നപ്പോൾ തന്നെ പൊളിമിക്സിന് ഒരു സംശയമുണ്ടായിരുന്നു, ഇതിനൊക്കെ പിന്നിലേതോ ബുദ്ധികേന്ദ്രമുണ്ട് എന്ന്. ഇപ്പോഴല്ലേ ആളെ മനസ്സിലായത്. ഇത്തരം സാങ്കേതിക സങ്കേതങ്ങളിലേക്ക് കടക്കുന്നതിന് എന്തൊക്കെയായാലും ഒരു വിദഗ്ധന്റെ ഉപദേശം വേണ്ടിവരും. അതുകൊണ്ട് എൻ്റെ ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ, ഈ ഒരു സങ്കേതത്തെ പുണരാൻ വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറാകണം. അതായത് അദ്ദേഹത്തിന് മാത്രം ഒതുങ്ങരുത്. ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയായിട്ട് മാത്രം മാറാൻ പാടില്ല. ഒരുപക്ഷെ ഒരു ജനപ്രതിനിധിയാകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ തങ്ങളുടെ ജനവിഭാഗവുമായിട്ട് സംവദിക്കാൻ എല്ലാ ആധുനിക സംവിധാനങ്ങളും അവർ ആവാഹിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും അതെല്ലാം ആവാഹിച്ചു കൊണ്ടുവരുമ്പോൾ എടുക്കേണ്ട മുൻകരുതലുകൾ ഉപദേശിച്ചു തരാൻ CPI-യിലെ കാരണവന്മാർക്കേ കഴിയൂ. നവമാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും വളരെ വലിയ ഒരു ശതമാനം ചെറുപ്പക്കാരെ സ്വാധീനിക്കുന്നതാണ്. എന്നാൽ അതിലുപയോഗിക്കുന്ന ഭാഷ, അതിൻ്റെ രീതി, ഇതൊക്കെ കുറച്ചുകൂടി
രാഷ്ട്രീയമായിട്ട് മെച്ചപ്പെടാനുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. പരസ്പരം അധിക്ഷേപിക്കാനും ആക്ഷേപിക്കാനും മാത്രമല്ല നവമാധ്യമങ്ങൾ ഉപയോഗിക്കേണ്ടത്, ഇൻഫർമേഷൻ പാസ് ചെയ്യാനും അവരുടെ പൊളിറ്റിക്കൽ ലെവൽ ഉയർത്താനും വേണ്ടി അത് ഉപയോഗിക്കണം. പൊളിമിക്സും കാനം സഖാവും ഒരേ ലൈനാണ്. എന്തും ഉപയോഗിക്കുന്നത് ജനങ്ങളുടെ പൊളിറ്റിക്കൽ ലൈൻ ഉയർത്താനാവണം എന്ന ലൈൻ. ഏതായാലും ജനങ്ങളുടെ പൊളിറ്റിക്കൽ ലൈൻ ഉയർത്താൻ വേറൊരു കൂട്ടർ വന്നു നിൽക്കുന്നുണ്ട്. അവരെ കാണാം. അതിനു മുമ്പ് ഒരു ഇടവേള. സ്വന്തം ജനതയുടെ രാഷ്ട്രീയ നിലവാരം ഉയർത്താൻ എത്തിയിരിക്കുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന സുന്നി പണ്ഡിത സഭയിലെ EK വിഭാഗമാണ്. എത്തിയിരിക്കുന്നത് മലപ്പുറം കലക്ട്രേറ്റിന് മുന്നിലാണ്. ഇല്ല, ഞങ്ങൾ വെറുക്കില്ല, ഈ നെറുകേട് നടക്കില്ല, നേരും നന്മയും സംരക്ഷിക്കാൻ, നാട്ടിൽ ശാന്തി നിലനിർത്താൻ, അതിനാണ് അതിരാണി സമരം. എള്ളിക്കലിലും തച്ചെണ്ണയിലും പന്തല്ലൂരിലെ മുടിക്കോട്ടും പിന്നെയുമേറെ മഹല്ലുകളെ പിടിച്ചടക്കാൻ നോക്കും കൂട്ടർ വിഘടിത ചൂഷക കാന്ത വിഭാഗം, വിഘടിത ചൂഷക കാന്ത വിഭാഗം നാട്ടിൽ പിന്തുണ കിട്ടാഞ്ഞപ്പോൾ അനീതിയക്രമ കാട്ടും കൂട്ടർ അധികാരികളെ കൂട്ടുപിടിച്ച് ഹരിതാ കാര്യം ചെയ്യുന്നു. ഈ പോരാട്ടം നിൽക്കൂല. സമസ്ത മക്കൾ, സുന്നി മക്കൾ, സത്യമതത്തിൻ വക്താക്കൾ. കഴിഞ്ഞ ദിവസം വഖഫ് ബോർഡിൻ്റെ കോഴിക്കോട് മേഖലാ ഓഫീസിന് മുന്നിൽ ഇതേപോലെ ഒരു പൊളിറ്റിക്കൽ ക്ലാസ് സംഘടിപ്പിച്ചത് ഓർമ്മയില്ലേ? അത് സംഘടിപ്പിച്ചത് സമസ്തയിലെ AP വിഭാഗമാണ്. അതിനുള്ള മറുപടിയാണ് ഈ സംഘടനം. ദൈവം കഴിഞ്ഞാലും പൂജാരി കനിയില്ല എന്ന വിധത്തിൽ ഈ രാജ്യത്തെ ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കുന്നുവെങ്കിൽ ആരാണ് പ്രവർത്തിക്കുന്നത്? ഞങ്ങൾ തീർച്ചയായും ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഇത്തരം മഹല്ലുകളിൽ കക്കോവില്, അതുപോലെ വാവൂരില്, പനച്ചുപള്ളിയാളിയിൽ ഇതുപോലുള്ള ഒരുപാട് പ്രദേശങ്ങൾ നമ്മുടെ പ്രവർത്തകന്മാർ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ വർഷങ്ങളായി ദശലക്ഷക്കണക്കിന് രൂപയാണ് കോടതികളിൽ ചെലവഴിച്ചത്. ഒരുപാട് ആളുകൾ അക്രമത്തിനിരയായി, ഒരുപാട് ആളുകൾ പീഡനത്തിനും കേസിനിരയായി. ഇവർക്ക് നിയമപരമായ പിൻബലം നൽകേണ്ട ഉത്തരവാദപ്പെട്ട അധികൃതരും ഭരണാധികാരിയും ഈ രാജ്യത്തിന്. എന്താണ് അവർ നീതി നൽകാത്തത്? യഥാർത്ഥത്തിൽ നീതി നൽകാൻ അവർ ബാധ്യസ്ഥരല്ലേ? പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, ഈ പറയുന്ന മഹല്ലുകളുടെ മഹാഭൂരിപക്ഷം ആളുകൾ ഇന്നത്തെ ഗവൺമെന്റിനെ അനുകൂലിക്കുന്ന പാർട്ടിയിൽപ്പെട്ട ആളുകളാണ്. അതാണ് ഏറ്റവും തോന്നുന്നു. ഗവൺമെന്റിന്റെ വിരുദ്ധ കക്ഷിയിൽപ്പെട്ട ആളുകൾക്ക് ചിലപ്പോൾ നീതി നിഷേധിക്കാറുണ്ട്. അവർ നിയമത്തിന് വഴിക്കും. ഗവൺമെന്റിന്റെ കൂടെ നിൽക്കുന്ന മഹാഭൂരിപക്ഷത്തിൽ നീതി നൽകാൻ അറച്ചു നീതി ലഭിക്കുന്നതാണ്. മതപ്രസംഗമാണ് എന്ന് കരുതി ആത്മീയ നിർവൃതിയിൽ ലയിച്ചിരിക്കുന്ന UDFകാർ ഉണർന്നിരുന്ന് ഇതൊന്ന് കേൾക്കുന്നത് നന്നായിരിക്കും. ഞങ്ങളുടെ നാട്ടിലൊക്കെ നല്ല മഴവെള്ളത്തിൽ മീൻ വെട്ടാൻ പോകാറുണ്ട്. മീൻ വെട്ടാൻ പോകുന്ന സമയത്ത് കത്തിയെടുത്ത് രാത്രി പെട്രോമാക്സും എടുത്ത് അങ്ങനെ വെട്ടാൻ പോകുന്ന സമയത്ത് നല്ല ഒരു മീൻ ഇങ്ങനെ നീന്തി തുടിച്ച് മെല്ലെ ഇങ്ങനെ സൈലന്റായി വെള്ളത്തിന്റെ തെളിഞ്ഞ വെള്ളത്തിന്റെ പുറത്തേക്ക് നിൽക്കുമ്പോ അത് വെട്ടിയാൽ ആ മീൻ കിട്ടും. പക്ഷെ ഒരാൾ വിചാരിച്ചു തൊട്ടപ്പുറത്തേക്ക് വേറെ മീൻ കൂടി ഇതുപോലെ നിൽക്കുന്നു. എന്നിട്ട് വാളിന്റെ തലത്തുകൊണ്ട് മറ്റേ മീനിനും കൂടി ഇങ്ങോട്ട് അടുപ്പിച്ച് കൂട്ടി രണ്ടിനും കൂടി വെട്ടാൻ വിചാരിച്ചാൽ രണ്ടും നഷ്ടപ്പെടുന്ന അവസ്ഥാവിശേഷം ഞാൻ ഈ ഘട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. മനസ്സിലായോ? കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായില്ലെങ്കിൽ മുസ്ലിം ലീഗുകാരോട് ചോദിച്ച് മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും. ഇടയ്ക്കിടെ മർക്കസിൽ പോയി AP സുന്നികളെ അടുപ്പിക്കാൻ നോക്കിയാൽ EK സുന്നികൾ വേറെ വഴി നോക്കും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ മലയാളം. ഈ രാജ്യത്ത് സ്വന്തം കക്ഷിക്ക് നീതി കൊടുത്തേക്കൂ, മറുപക്ഷത്തിന് ഒരിക്കലും കിട്ടാത്ത വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സ്വന്തം കൂടെ നിൽക്കുന്ന ആളുകൾക്ക് നീതി നൽകാതെ ദീർഘകാലം മുന്നോട്ട് പോകാൻ ഒരു രാജ്യത്തെ ഒരു ഭരണാധികാരിക്കും സാധ്യമല്ല. ഇതിനേക്കാൾ വ്യക്തമായി എങ്ങനെ പറഞ്ഞു തരാനാണ്? EK വിഭാഗത്തിന് നീതി കൊടുക്കാതെ മുന്നോട്ട് പോകാനാവില്ല എന്നാണ് UDF നേതാക്കൾ മനസ്സിലാക്കേണ്ടത്. കണ്ണു തുറന്ന് ന്യായമായ രീതിയിൽ നീതി നൽകുന്ന സാഹചര്യത്തിലേക്ക് ഉണർന്ന് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ഉണർന്ന് പ്രവർത്തിക്കും എന്ന് ഞാൻ എന്റെ വാക്കിൽ വരാൻ മുൻപ്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, അതായത് സമസ്തയിലെ EK വിഭാഗം സുന്നികൾ പോളിംഗ് ബൂത്തിൽ ചെന്ന് ഉണർന്ന് പ്രവർത്തിക്കും എന്നാണ് ഈ പറഞ്ഞത് കേട്ടോ.
പൊളിമിക്സ് തീരും മുമ്പ് ചെറിയൊരു സിനിമ കൂടി കാണിച്ചു തരാം. പണം ഒരു പ്രശ്നമല്ല, നമുക്ക് അതിന് വളരെയേറെ മാർഗങ്ങൾ, സാധ്യതകൾ ഒക്കെ വന്നിട്ടുണ്ട്. പണത്തിൻ്റെ സ്വാധീനം പല മണ്ഡലങ്ങളിലും ഈ തരത്തിലുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ മേൽ ആരോപിക്കപ്പെടുന്നുണ്ട്. പല സ്ഥലങ്ങളിലും വമ്പിച്ച തോതിൽ അവർ പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ. അങ്ങനെ വലിയ ആക്ഷേപമുണ്ട്. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള പണം ഒഴുക്കാണ്. പല സ്ഥലങ്ങളിലും അതാരും ശ്രദ്ധിച്ചിട്ടില്ല. ഞാനിപ്പോൾ കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ പേരെടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ ഒക്കെ അറിയാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ അറിയാലോ, പല കോൺസ്റ്റിറ്റ്യുവൻസിലും അവർ പണം വാരിക്കോരി ചെലവഴിക്കുകയാണ് ചില സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ലീഗിനെതിരായിട്ട്, UDF-നെതിരായിട്ട്. വികസനവും കരുതലും എന്നെല്ലാം പറയുന്നത് കേട്ടപ്പോൾ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർക്കും രാഷ്ട്രീയക്കാരാകാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത്രയധികം കരുതൽ ധനം ഉണ്ടാവുമെന്ന് പൊളിമിക്സ് കരുതിയതേയല്ല. ഏതായാലും കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നതാണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യമെങ്കിൽ LDF-ൻ്റെ സ്വതന്ത്രന്മാരായി മത്സരിക്കുന്നവർ എല്ലാവരും കോടിപതികളായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവർ ജയിച്ചു വന്നാൽ അഴിമതി കാണിക്കില്ല എന്ന് ന്യായമായും വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ പൊളിമിക്സ് ഇവിടെ നിർത്തുന്നു. ഇനിയുള്ള പൊളിറ്റിക്കൽ ലൈൻ നാളെ ഉയർത്താം.